കാലിക്കറ്റ് മസ്റ്റ് വിസിറ്റ് പ്ലേസിൽ ഒന്ന് കരിയത്തുംപാറ. ഇപ്പോൾ അതായത് കാലിക്കറ്റ് ഒരുപാട് അടിപൊളി സ്പോട്ടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു അടിപൊളി സ്പോട്ടാണ് കരിയത്തുംപാറ. ഞാൻ ഇപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ബീച്ചിന്റെ സൈഡിലാണ്. അതായത് ഇവിടുന്ന് ഏകദേശം ഒരു 47 കിലോമീറ്റർ ഉണ്ട് കരിയത്തുംപാറ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്തുകൊണ്ട് വെച്ചാൽ ഒരു റീസൺ ഉണ്ട്. ഇവിടുത്തെ ഒരു അടിപൊളി, അതായത് കാലിക്കറ്റ് മലബാർ സൈഡിൽ ഏറ്റവും അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്, കുറ്റിച്ചിറ ബിരിയാണി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:52 ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നല്ല ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മലബാർ, അതായത് മലബാർ സൈഡിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് കാലിക്കറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇതേ ബീച്ചിൻ്റെ സൈഡിൽ ഈ ഒരു വാൾ പെയിൻ്റ് ആണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ ബിരിയാണി കഴിക്കാം നമുക്ക്. ബിരിയാണി ഇപ്പോൾ സമയം ഏകദേശം ഒരു 11-12 മണിയായിട്ടുള്ളൂ. തിരക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കിലോ വെയിറ്റിന് കൊടുക്കുന്നുണ്ട്. ബീഫ് ബിരിയാണി ബക്കറ്റ് 850, ചിക്കൻ ബിരിയാണി 950, ചിക്കൻ ബിരിയാണി 160, ഹാഫ് 130. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, ബിരിയാണി ഓർഡർ ചെയ്യാം കേട്ടോ. ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ബിരിയാണി വന്നു കേട്ടോ. കാരണം ഒരു 12 മണി ആയതുകൊണ്ട് വലിയ വിശപ്പില്ല. അതുകൊണ്ട് ഞാൻ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് കഴിക്കുന്നത്. ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ ബിരിയാണി കേട്ടോ. ഇവിടെ കിച്ചണിൽ കയറാൻ പറ്റിയിട്ടില്ല. കിച്ചണിൽ നമുക്ക് പിന്നീട് വരാം ഒരു ദിവസം. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് എനിക്ക് സമയമല്ല. ഇവിടുന്ന് ഇനി 47 കിലോമീറ്റർ ഉണ്ട്. 47 കിലോമീറ്റർ ഉണ്ട് കരിയത്തുംപാറയിലോട്ട്. അത് മാത്രമല്ല, ഞാൻ നേരെ എറണാകുളത്ത് നിന്ന് പോകുന്നത് രാവിലെ 5 മണിക്കാണ്. ടയർഡാണ്. കരിയത്തുംപാറ പോകണം. പിന്നെ അവിടെ തന്നെ കരിയത്തുംപാറ അടിപൊളി സ്പോട്ടാണ്. നമ്മൾ മാക്സിമം സ്കിപ്പ് ചെയ്യല്ലേ. ഫോട്ടോയിലൊക്കെ ഇട്ടാണെങ്കിൽ നമുക്ക് ഉഷാറായി. ബിരിയാണി അങ്ങോട്ട് ഫുള്ള് ചിക്കനായി ലെഗ് പീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ചിക്കൻ നമ്മൾ ഗ്രില്ല്, ഐ മീൻ ഫ്രൈഡ് ചെയ്ത ചിക്കനല്ല, നാടൻ ചിക്കൻ. അതായത് നമ്മളെ ദം ബിരിയാണിയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. ദം ബിരിയാണി തന്നെയാണ്. അപ്പോൾ ദം ബിരിയാണിൻ്റെ അവസ്ഥ നോക്കട്ടെ. കാരണം കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബിരിയാണിൻ്റെ അടിപൊളി സ്പോട്ടാണ്. ആ സ്പോട്ടിൽ ഒന്ന് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. കഴിച്ചിട്ട് പറഞ്ഞു. അധികം ഒരുവിധം എല്ലാ ബിരിയാണി കഴിക്കുമ്പോഴേ നമുക്ക് കുറച്ചുകൊണ്ട് കഴിക്കുമ്പോൾ ഒരു മത്താവണ മതി. നമ്മളൊന്നും ഇങ്ങനെ മയങ്ങണമായിട്ട് മസാല ഉണ്ടാവാറുണ്ട്. ഇതിലതൊന്നുമില്ല. അതായത് നമ്മൾ കല്യാണത്തിനൊക്കെ ഈ മലബാർ സൈഡിലെ മാരേജിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണികളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാലിക്കറ്റ് വഴി എന്തെങ്കിലും കണ്ണൂരോ വയനാടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലിക്കറ്റ് ബീച്ച് തൊട്ടടുത്തുണ്ട്. അപ്പോൾ ബീച്ചിൽ വരുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഇവിടുത്തെ ഫുഡ് കൂടിയും കഴിച്ചിട്ട് നിങ്ങൾക്ക് പോകാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി സമാധാനത്തോടെ, മനസ്സിനും സമാധാനം, വയറിനും സമാധാനം. അടിപൊളി ഫുഡാട്ടോ, കുഴപ്പമില്ല. പിന്നെ ഇനി നേരെ ഇവിടുന്ന് കരിയത്തുംപാറ പോകണം. ഏകദേശം ഒരു 47 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ കാലിക്കറ്റ് ടൗണിൽ കൂടെയാണ് പോണേ. അപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. കരിയത്തുംപാറ എത്തിയിട്ട് ബാക്കി കാണാം. അപ്പോൾ ഓക്കെ, അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 400 മീറ്ററിൽ അടിപൊളി ഒരു സംഭവം ഉണ്ട്. ഞാൻ പറഞ്ഞത് അതിന് മുന്നേ ഈ കുറ്റിച്ചിറ ബിരിയാണി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ മലപ്പുറം ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, അല്ലെങ്കിൽ ഓരോ ജില്ലകളൊക്കെ വെച്ച് ബിരിയാണി അറിയാം, ഒരു സ്ഥലപ്പേര് വെച്ചിട്ട്. ഇതാണ് കുറ്റിച്ചിറയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ കുറ്റിച്ചിറൻ്റെ പേരിലാണ് ആ ബിരിയാണി അറിയപ്പെടുന്നത്. അതായത് ആ ഒരു
ഇവിടുത്തെ ആളുകളാണ് ആ ഒരു അതിൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ആ കുറ്റിച്ചിറൻ്റെ ആളുകളെ അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിൽ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കാണിക്കണേ. ആ പ്രത്യേകതക്കാണ് ആ കുറ്റിച്ചിറ ബിരിയാണി എന്ന് ഇവർ പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് 400 ഇങ്ങോട്ട് വരുമ്പോൾ കുറ്റിച്ചിറ ഒരു ചെറിയൊരു കുളമുണ്ട് കേട്ടോ. ഫേമസ് ആയ ഒരു കുളമാണ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ഫ്രണ്ടിലൊരു പള്ളി വരുന്നുണ്ട്. കുറ്റിച്ചിറ പഴയ മസ്ജിദാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മസ്ജിദ് ഈ കുറ്റിച്ചിറ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫുഡും നല്ലൊരു ബിരിയാണിയും കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ ഇത് ഈ ഒരു പള്ളിയിലോട്ട് എല്ലാവർക്കും എൻട്രി ആട്ടോ, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും. ഇനിയിപ്പോൾ ഏത് മതക്കാർക്കാണെങ്കിലും എൻട്രി ചെയ്യാനുള്ളൊരു ഇതൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പള്ളിൻ്റെ. അടിപൊളിയാട്ടോ പള്ളി, പഴയ കാലത്തെ പള്ളിയാണ്. ഞാൻ ഇപ്പോൾ ഓൾറെഡി അവിടുന്ന് പള്ളിയൊക്കെ കയറി നിസ്കരിച്ച് പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. മിഷ്കാൽ പള്ളി പരിപാലന കമ്മിറ്റി എഴുതി വെച്ചത്. സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് റീഡ് ചെയ്തേക്ക്. ഓക്കെ, അടിപൊളിയാട്ടോ പള്ളി. ആ സൈഡിലേക്ക് ഒരുപാട് ചേച്ചിമാരൊക്കെ ഉണ്ട്, എല്ലാവരും കണ്ടറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് കയറാം. അടിപൊളി കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ഇനി കരിയത്തുംപാറ പോവാണ്. കരിയത്തുംപാറക്ക് ഡയറക്റ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. കരിയത്തുംപാറ അടിപൊളി സ്പോട്ടോ. എല്ലാവരും പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇവിടുന്ന് 47 കിലോമീറ്റർ കരിയത്തുംപാറ പോയ വെർത്താണോ എന്ന് ചോദിച്ചു. വെർത്താണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മസ്റ്റ് വിസിറ്റ് പ്ലേസിൽ ഒന്നാമത്തെ ഒരു അടിപൊളി സ്പോട്ടാണ്. ഞാൻ അടിപൊളി സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് മാക്സിമം കാണാൻ പറയുന്നത്. അപ്പോൾ ഇനി കരിയത്തുംപാറത്തേക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ. സോ അങ്ങനെ കരിയത്തുംപാറ എത്തിയിട്ടോ നമ്മൾ. അവിടുന്ന് ഏകദേശം ഒരു 47 കിലോമീറ്റർ റൈഡ് ഉണ്ടെങ്കിലും അതിലൊരു 10-15 കിലോമീറ്റർ കട്ടർ റോഡായിരുന്നു. കുറച്ചൊക്കെ മോശമാണ്. പിന്നെ ഈ സ്ഥലം ഞാനിപ്പോൾ ആ സ്ഥലമാണ് ഞാനിപ്പോൾ അങ്ങോട്ടല്ല പോകുന്നത്. ഇവിടെ ഈ ഒരു സ്ഥലം വന്നത് 3 വർഷം മുമ്പാണ് ഈ ഒരു സ്ഥലം ഇവിടെ വന്നത് കേട്ടോ. അങ്ങനെയാണ് ഇത് ആളുകൾ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇപ്പോൾ പിന്നെ മറ്റേ ക്യാഷൊക്കെ കൊടുത്ത് ടിക്കറ്റൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്ന ഒരാളുണ്ട് ഇവിടെ. മുൻപ് ഒരു കർഷകനാണെന്ന് അവിടുത്തെ ഒരാൾ പറഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പാതി ഈ വീട്ടുകാരാണ്. അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ ഇവിടെ ഇത് നടത്തുന്നുണ്ട് പാർക്കിങ്. അപ്പോൾ ഇവരോട് ചോദിക്കാൻ പറഞ്ഞു. ഈ സ്ഥലം വന്നതും ഇവിടുന്ന് ആളുകൾ വരാൻ തുടങ്ങിയതും ഇതെന്താണ്? യൂട്യൂബേഴ്സ് വന്നുകൊണ്ടാണ്. ഓക്കെ, അതായത് യൂട്യൂബേഴ്സ് എന്ന് വെച്ചാൽ അവിടെ വീഡിയോഗ്രാഫേഴ്സ് ആദ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അവർ വന്നു. അന്ന് ഇവിടെ നമ്മളുടെ ഒരു ഡ്രസ് ചേഞ്ചിങ് റൂം ഉണ്ട്, സണ്ണിച്ചേട്ടൻ്റെ സണ്ണിച്ചേട്ടൻ്റെ ഡ്രസ് ചേഞ്ചിങ് റൂം ഞങ്ങളുടെ ഒരു കൂൾബാറുണ്ട്. അപ്പോൾ വേറെ ഒരു കട ഇവിടെ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അന്ന് അവർക്ക് വെള്ളമൊക്കെ കുടിക്കാനും അവർക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഈ കടയിലായിരുന്നു. ഓക്കെ, അങ്ങനെ അവരിവിടെ വന്ന് അന്നിവിടെ ഗേറ്റ് ഒന്നുമില്ല, ഓപ്പണായിട്ട് കിടക്കുകയാണ്. നമുക്ക് ഏത് സമയം വേണേൽ ഇറങ്ങാം, പിന്നെ എത്ര സമയം കഴിഞ്ഞു വേണമെങ്കിലും കയറി പോരാം. ഇവിടെ പ്രത്യേകിച്ച് ഗാർഡൊന്നുമില്ല. അങ്ങനെ ഇവിടെ ഇവർ വന്ന് ഇവരുടെ ഈ വീഡിയോഗ്രാഫേഴ്സ് ആണല്ലോ വരുന്നത് ഈ വിവാഹത്തിൻ്റെ ഒക്കെ ഔട്ട്ഡോർ എടുക്കാൻ വേണ്ടി. അപ്പോൾ അവരിങ്ങനെ ഇത് ഓരോ ഇതിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് അവരുടേത് കണ്ട് അങ്ങനെ മറ്റുള്ളവർ വന്നു. അങ്ങനെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞ ആളുകൾ കൂടിയത്. കാലം മുമ്പ് വരെ ഇവിടെ ശരിക്കും ടിക്കറ്റ് നടത്തുന്ന കുറ്റ്യാടി ഇറിഗേഷൻ്റെ അണ്ടറില്ല. ഓക്കെ, അതിനൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അത് ജില്ലാ കളക്ടർ, പിന്നെ ഇവിടുത്തെ ഇറിഗേഷൻ്റെ എഞ്ചിനീയർ, പിന്നെ MLA. സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സേഫ്റ്റിയും കാര്യങ്ങളും ഇവിടെ എല്ലാത്തിനും നാളെ നിർത്തിയിട്ടുണ്ട്. അതായത് ലൈഫ് ഗാർഡ് ഉണ്ട്, പിന്നെ എക്സ് മിലിറ്ററിക്കാരാണ് ഇവിടുത്തെ പിന്നെ സെക്യൂരിറ്റിക്കാർ. അപ്പോൾ അവർ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പം മാന്യമായിട്ട് പോകുന്നു. ഇതിന്റെ സമയം പിന്നെ ഇത് ഏത് ഡാമിന്റെ? ഇത് കുറ്റ്യാടി ഇറിഗേഷന്റെ പെരുവണ്ണാമൂഴിയുടെ കാച്ച്മെന്റ് ഏരിയ ആണ്. പെരുവണ്ണാമൂഴി ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ ആണ്. ഓക്കെ, അതായത് വെള്ളം ഇവിടെ ശരിക്കും പൂർണ്ണമായിട്ട് നിർത്തുമെന്ന് പറഞ്ഞെടുത്ത സ്ഥലമാണ്. ഇപ്പോൾ വെള്ളം നിർത്താത്തപ്പോഴാണ് ഇപ്പോൾ ഇവിടെ ആൾക്കാർ ഇറങ്ങുന്നത്. താഴെ സപ്പോർട്ട് ഡാമിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ഇവിടെ ഇപ്പം വെള്ളം കുറവാണ്. ആ സപ്പോർട്ട് ഡാമിൻ്റെ പണി കഴിഞ്ഞാൽ വെള്ളം കുറച്ചുകൂടെ കയറിയാലാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു ശരിക്കുള്ളൊരു മനോഹാരിത കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും ആ സമയത്ത്? അവിടേക്ക് ഫുള്ളായിട്ട് കയറ്റിയല്ല. ഓക്കെ, കാരണം ഇതിൽ നിന്നാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ വെള്ളം പോകേണ്ടതും പിന്നെ ഈ ജൽമിഷൻ പദ്ധതിയുടെ വെള്ളം പോകേണ്ടത് ഈ റിസർവയർ എന്നുള്ള വെള്ളത്തിൽ. ഇപ്പം ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഇപ്പം ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. ഇപ്പം ഇറങ്ങി മുകളിലോട്ട് അവിടെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ അവർ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, അവിടെ ഗാർഡ് ഉണ്ടാവും, അവർ പറഞ്ഞും വിടാറുണ്ട്.
അത്രേ ഉള്ളൂ. സമയം ഇതിൻ്റെ സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആയിരുന്നു ആദ്യം. ഇപ്പോൾ ഒരു 5:00. കാരണം ആൾക്കാർ കയറി കഴിഞ്ഞ് ഇവർക്ക് 5:30-5:30 ആൾക്കാരോട് കയറാൻ പറഞ്ഞാൽ 6-6:15 തിരിച്ച് കയറുമ്പോൾ. അതെ. അപ്പോൾ ഇവരത് കൂടെ ലേറ്റ് ആവും. ഓക്കെ. അപ്പോൾ ഒരു 5:30 ആയി കഴിഞ്ഞാൽ ഇവർക്ക് 6 മണി കഴിയുമ്പോൾ പോവാം. ഓക്കെ. അത് ജോലിക്കാരുടെ സൗകര്യാർത്ഥമാണ് അങ്ങനെ ആക്കിയത്. ഓക്കെ. അപ്പോൾ വളരെ ഉപകാരം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ ഒരു സാം വർഗീസ്. ഓക്കെ, കണ്ടതിൽ സന്തോഷം. ശരി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത്. അതായത് ഇവിടെ ഈ സ്ഥലം മറ്റു യൂട്യൂബേഴ്സൊക്കെ വന്ന് വീഡിയോസൊക്കെ ചെയ്തിട്ടാണ് ഇത് ഫേമസ് ആയത്. ഇപ്പോൾ നമ്പർ 1 അടിപൊളി സ്പോട്ടാട്ടോ കാലിക്കറ്റിലെ ഈ ഒരു സ്ഥലം. കാരണം എന്താ വെച്ചാൽ കാലിക്കറ്റ് ബീച്ച്, കാലിക്കറ്റ് ടൗണ് അല്ലെങ്കിൽ അവിടത്തേക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാം ആൻഡ് ക്വയറ്റ് സ്പോട്ടാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് എൻ്റർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാട്ടോ ടിക്കറ്റ്, ടിക്കറ്റിൻ്റെ ഇത് വരുന്നത്. ഇതിപ്പോൾ കെട്ടിയതൊന്നും കാണാൻ പറ്റും. അത്രയ്ക്ക് പഴക്കമൊന്നുമില്ല, പുതുമയുള്ളൊരു ഇതാണ്. ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 30 അഡൾട്ട് 30, എബോവ് 10, സീനിയർ സിറ്റിസൺ 15, കിഡ്സ് 10. കിഡ്സിൻ്റെ ഏജ് 5 to 10 വയസ്സിലേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഫോട്ടോഗ്രാഫി 500. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കണേ, ഫോണിൽ എടുക്കണേ പൈസ ഉണ്ടോ? പിന്നെ ക്യാമറക്കാണോ ക്യാഷ്? ഫാമിലി ക്യാമറ ആയിട്ട് വരികയാണെങ്കിൽ അതിന് 50 രൂപ നോൺ പ്രോസസ്. ഓക്കെ. വെഡിങ് ഫോട്ടോ ഷൂട്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രൊഫഷണൽ പ്രോഗ്രാം ആയിട്ട് വരുമ്പോൾ അത് വെഡിങ് അതായത് 2 പേരുണ്ടോ ടിക്കറ്റ്? എത്രയായിരുന്നു? 2 പേരെ 60 രൂപ. ഈ ടിക്കറ്റ് 2 കിലോമീറ്റർ അപ്പുറത്ത് തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഇതേ ടിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. തോണിക്കടവ്. ഓക്കെ. ഈ കക്കായം ഡാമിന് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 3 കിലോമീറ്റർ കഴിഞ്ഞാൽ കക്കയം ടൗൺ ആണ്. 13 കിലോമീറ്റർ കൂടി, അതായത് 16 കിലോമീറ്റർ മുകളിലോട്ട് പോകാനുണ്ട്. ഓക്കെ, ശരി. ഇതാട്ടോ ടിക്കറ്റ് വരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് എൻ്റർ ചെയ്തോ. സാർ ഇതാണ് ഒരു അടിപൊളിയാണ്. അങ്ങനെ ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് വരുന്നത് 30 രൂപയാണ്. പിന്നെന്താ വെച്ചാൽ ഒരു പ്രത്യേകതര ക്ലൈമറ്റ് കേട്ടോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ഞാൻ നോക്കിയപ്പോൾ വയനാട്ടിലോട്ട് 60 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പിന്നെ കണ്ണൂരിലോട്ട് 80 കിലോമീറ്ററും കാണിക്കുന്നുണ്ട്. നടന്നു നോക്കട്ടെ, നമുക്ക് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടക്കാം. ഒന്നാമത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു മഴ മൂടിയ ഒരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. മഴ ചാറിയായിരുന്നു, തുള്ളിയായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് എത്തുമ്പോഴത്തേനും അങ്ങനെ പെയ്ത പണി പാടുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ പെയ്തില്ല. അതുകൊണ്ട് ഒരുപാട് സമാധാനം ഉണ്ട് കേട്ടോ. ഇതാണ് എക്സാക്റ്റ് കരിയാത്തുംപാറ വരുന്നത് കേട്ടോ. അടിപൊളി സ്പോട്ടാണ്. ഇതൊരു ഡാമിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത്. ഡാമിൻ്റെ ഒരു ബാക്ക് സൈഡിൽ വരുന്നൊരു വ്യൂ ആണിത്. ഞങ്ങൾക്ക് ഒരുപാട് കാണാം. ഫാമിലീസൊക്കെ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നത് കാണാം. ഇങ്ങനത്തെ ഒരു സ്പോട്ട് അല്ല, ഇത്രയും മനോഹരമായൊരു സ്പോട്ട് കാലിക്കറ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലത്തെ ഈ ഒരു സൈഡേ ഉള്ളൂ. ഇത് കാലിക്കറ്റ് ആണെങ്കിലും ഇവിടുന്ന് വയനാടൊക്കെ പോകാൻ എളുപ്പാട്ടോ. വയനാട്ടിലോട്ട് വെറും 60 കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു സ്പോട്ടിൽ നിന്ന്. ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുളിക്കണമെങ്കിൽ ഇറങ്ങി കുളിക്കാനും എല്ലാത്തിനും അലൗഡാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. സമയം മാത്രമേ ഉള്ളൂ റെസ്ട്രിക്ഷൻസ്. ഇത് അവിടെ ഒരു കുതിരനെ കാണാൻ പറ്റുന്നുണ്ട്, അങ്ങോട്ട് പോവാം. ഓക്കെ. അടിപൊളി 2 കുതിരനെ കാണാൻ പറ്റി. ഒന്ന് ദേ ഇവിടെ നിൽക്കുന്നുണ്ട്, ഒന്ന് ദേ അപ്പുറത്ത് ആ മരത്തിൻ്റെ ബേക്കിലൊന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രീ വെഡ്ഡിങ് ഷൂട്ടിൻ്റെ ഒരിത് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കപ്പിൾസ് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം വന്നേക്ക് കപ്പിൾസ് കുറവായിരിക്കും, പക്ഷേ എല്ലാ മരത്തിനും അതുപോലെ ചെറിയ കാടിനുള്ളുകളിലും ഗേൾസ് ഉണ്ട് ഗൈസ്, കപ്പിൾസ് ഉണ്ട് ഗൈസ്.
അതായത് നിങ്ങൾ കപ്പിൾ സൈഡ് വന്നിട്ടോ, ആരും ശല്യപ്പെടുത്തുന്നില്ല, ഞാൻ ശല്യപ്പെടുത്തിയിട്ടൊന്നുമില്ല. ചിലയിടത്ത് വീഡിയോ ഞാൻ ഓഫ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ അവിടെ 8+ ആഡ് ചെയ്യേണ്ടി വരും, കോപ്പിറൈറ്റ് ഒക്കെ ചിലപ്പോൾ കിട്ടും. അപ്പം അങ്ങോട്ട് നൈസായിട്ട് പോകുന്നു. കൊള്ളാമല്ലേ, ഈ കുതിരേനെയും കൊള്ളാം, എനിക്കിഷ്ടമായി. അടിപൊളി കേട്ടോ. നിങ്ങൾ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾ വയനാട് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്പോട്ട് വിസിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങനെ വിട്ടോ. കാരണം ഈ റോഡ് നേരെ പോകുന്നത് വയനാട്ടിലോട്ടാണ്. വയനാട് അങ്ങനെ വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് ഈ സ്ഥലം. ഞാൻ ഏകദേശം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നടന്ന് ഇതിൻ്റെ അപ്പുറത്താണ് ചെറിയൊരു ഇത് വരുന്നത്. എന്താണ് അതിന് പറയുന്നത്, നമ്മളെ ആ ഡാമിൻ്റെ ആ കായലിനൊരു പേരുണ്ട്, വെള്ളം കെട്ടി നിൽക്കുന്ന അതിന് അവിടെ വരുന്നത്. അവിടെ വേണമെങ്കിൽ ഇറങ്ങാം. പക്ഷെ ഇറങ്ങാൻ പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിലും വെള്ളം അത്രയ്ക്ക് വൃത്തിയില്ലാതല്ല ഇപ്പോൾ. ഇനി മൺസൂൺ സമയത്ത് മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് വെള്ളം ഡാം തുറന്നിടുമ്പോൾ കൂടുതൽ വെള്ളം വരും. അപ്പോൾ കുറച്ച് വൃത്തിയാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വൃത്തിയല്ല. നിങ്ങൾ ഈ ടൈമിനൊന്നും വരണ്ട, അതായത് മൺസൂൺ സമയം അല്ലാത്ത സമയത്ത് നിങ്ങൾ വരണ്ട. ഓക്കെ, പിന്നെ അടിപൊളിയായിരുന്നു, കൊള്ളാം. ആ കുതിര കുറച്ച് സീനാണ്. കുതിരൻ്റെ അടുത്തോട്ട് ഫോട്ടോ എടുക്കാൻ ചെല്ലും തോറും കുതിര എന്നെ കാലിലുകൊണ്ട് ചവിട്ടാൻ വരുന്നമാർ എനിക്ക് തോന്നി. കണ്ടല്ലേ, കൊള്ളാം. ഇതേ അവിടെ പ്രീ വെഡിങ് ഷൂട്ടാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഏകദേശം ഈ ഒരു സ്പോട്ടിനായിട്ടാണ് 47 കിലോമീറ്റർ താണ്ടി പോകുന്നത്. ഇനി നിങ്ങൾ 47 കിലോമീറ്റർ പോന്നിട്ട് വെർത്താണോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി വെർത്താണ്. പിന്നെ ക്യാമറയ്ക്ക് എക്സ്ട്രാ 550 രൂപയൊക്കെ കൊടുക്കണം. പിന്നെ അവർ നല്ല സ്വഭാവം കേട്ടോ. അവർ നിങ്ങളൊരു ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഈ ഗോപ്രോ എടുത്തിട്ടുണ്ട്. ഗോപ്രോ ഒരു ചെറിയൊരു മോഡൽ പോലെ ഉണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഫോണിലാണ് വീണ്ടും എടുക്കണേ. 9 Pro Max, 9 Pro കേട്ടോ, ഹീറോ 9 ഗോപ്രോ. ഓക്കെ, അപ്പോൾ തിരിച്ചു പോവാം. കൈ കുറച്ച് കാറ്റിങ്ങനെ ടച്ച് ചെയ്ത് വെച്ചു. അപ്പോൾ തിരിച്ചല്ല നമുക്ക്. ഈ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരുത്തം ഞാൻ സദാചാരനായി മാറുന്നുണ്ട്. ചിന്തിച്ചുകൂടാ, തെറ്റാണ്. നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ഗൈസ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, സപ്പോർട്ട് ചെയ്തേക്ക്. പിന്നെ ഞാനത് ഈ സൈഡിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ആലപ്പുഴ ജില്ലയിൽ ചീപ്പായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടാണിത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റ് കണ്ടേക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ മസ്റ്റ് വിസിറ്റ് കാലിക്കറ്റ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് 2 ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാർഡിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അടിപൊളി സ്പോട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.